എനിക്ക് പറ്റിയൊരു അബദ്ധത്തിന് ഞാൻ നന്നാക്കി എടുത്തൊരു വീഡിയോ ആണ് കേട്ടത്. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കുപ്പി ഇത്രയും പോകുന്നൊരു കുപ്പിയിൽ ചെമ്മീൻ അച്ചാർ കടയിൽ നിന്ന് വാങ്ങി. ഞാൻ സ്വതവേ അങ്ങനെ അച്ചാറുകളൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല. അഥവാ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ മാങ്ങച്ചാറോ നാരങ്ങച്ചാറോ അതിൽ വിട്ടൊന്നും മേടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ അത് വാങ്ങൽ തീരില്ല, അപൂർവമായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ. ഇതെനിക്ക് ആ കുപ്പിയുടെ ഭംഗിയും അതിൻ്റെ ലാബലിങ്ങിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ കണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടാണ് വാങ്ങിയത്, അല്ലാണ്ട് അച്ചാറിൻ്റെ ഇത് നോക്കിയിട്ടല്ല വാങ്ങിയത്. പക്ഷേ വാങ്ങിയ സ്ഥിതിക്ക് നമ്മളത് തുറന്ന് കഴിച്ചു നോക്കുമല്ലോ. ഞാനത് കഴിച്ചതേ പരമാർത്ഥം എനിക്ക് ഈ ലോകത്ത് ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്തൊരു ടേസ്റ്റേ അല്ല അതിന്. അതായത് അച്ചാറിൻ്റെ ടേസ്റ്റ് ഇല്ല, ചെമ്മീൻ്റെ തനതായൊരു ടേസ്റ്റ് ഇല്ല, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ സ്വാദിനെ. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാനിത് ഏത് അച്ചാർ കമ്പനിയാണ് ഏത് അച്ചാറാണെന്നൊന്നും പറയണില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ അനുഭവം ഉണ്ടായവർക്ക് ഒന്ന് പറയാനോ ഇതുപോലെ അബദ്ധം പറ്റി അച്ചാർ കളയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കളയണ്ട, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാർ എടുത്തിട്ട് ആദ്യം കളയാൻ വിചാരിച്ചു. പിന്നെ തോന്നി ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയത് കളയണത് ശരിയല്ല, എന്തെങ്കിലും അത് ലൊട്ടിലൊടുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റാവുന്ന രൂപത്തിലാക്കി വെക്കാം, ഇല്ലെങ്കിൽ അത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ആദ്യം അതിലത്തെ മസാല ഇതൊക്കെ അവർ ചേർത്തൊക്കെ ഞാൻ കളഞ്ഞു, വെള്ളം ഒഴിച്ച് ഫുൾ അരിച്ച് മാറ്റി കളഞ്ഞു. അപ്പോൾ നമുക്ക് കഴുകിയപ്പോൾ ഇത്രയും ചെമ്മീനാണ് കിട്ടിയത്, ഇത്ര ചെമ്മീനുള്ളോട്ട് അതിൽ. പിന്നെ ഞാനത് കുറേ വെള്ളം ഒഴിച്ചൊരു 5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അതിൽ എക്സ്ട്രാ ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റ്, ഉപ്പും പുളിയാണ് അതിൽ ഏറ്റവും കൂടുതൽ. പുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയുടെ പുളിയൊന്നുമല്ല, വേറെ എന്തോ പുളി രസമാണ്, വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം പൊട്ട ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അല്ല, പൊട്ട ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ശരിയാക്കി, വെളുത്തുള്ളി കുറേ വെളുത്തുള്ളി എടുത്തു. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി അച്ചാറെന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ആക്കി ഞാൻ വെളുത്തുള്ളി അച്ചാറിലേക്ക് ചെമ്മീൻ കുറച്ചിട്ട ഫീലാക്കി വെച്ചു. അതായത് നമുക്ക് കളയാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടിടാം. അതിൽ അത് ഞാൻ വെളിച്ചെണ്ണയിലാണ് പിന്നെ ചെയ്തെടുത്തേട്ടാ, എണ്ണ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ച് ചെയ്തു. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാരണം അതിൽ ആ ചെമ്മീനിൽ ഇത്രയും കഴുകിയിട്ടും അതിൻ്റെ എരിവിൻ്റെ ടേസ്റ്റും പോണില്ല, അതിലത്തെ ടേസ്റ്റുകൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റം വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് കളറിന് പൊടിക്ക് ഒരു തരി ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ഈ നമ്മളെ ചെമ്മീൻ അതിലിട്ട് കൊടുത്തു, കടുക് പൊട്ടിച്ചതും ഉലുവ പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തു, മിക്സ് ചെയ്തു. ഒരു സ്പൂൺ ചൊറുക്ക കൂടി ഒഴിച്ചു കൊടുത്തോട്ടോ, വിനാഗിരി. സംഭവം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നുള്ളു ഉപ്പിട്ടിട്ടുള്ളൂ, കാരണം ഉപ്പൊക്കെ ഓൾറെഡി ചെമ്മീനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇത്രയും സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടും അതിൻ്റെ ഉപ്പ് രസമൊന്നും പോണില്ല. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയിലേക്ക് ഒരു തുണ്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. സംഭവം റെഡിയായപ്പോൾ ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, സിനി സ്റ്റാനി വ്ളോഗ്സ്.